റീല് തുറന്നാലും ഫീഡ് തുറന്നാലും മൊത്തം കുലിസിതങ്ങളാണ് വരുന്നത്. കുറെ പേരുടെ കുലിസിതങ്ങൾ, കുറെ പേരുടെ കാമക്കടി, എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് എനിക്കൊരു പിടുത്തമില്ല. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ ഇപ്പൊ ഈ തൊപ്പി വന്നിട്ട് പറയുവാണ് ഷമീർ കല്ലാണ്, ഷമീർ കെമിക്കലാണ്, ഷമീർ ഡ്രഗ്സ് യൂസ് ചെയ്യും, ഷമീർ സിന്തറ്റിക് ആണ്, പ്രായപൂർത്തിയാവാത്ത പെമ്പിളരെ പീഡിപ്പിച്ചിട്ടുണ്ട്. അത് ഇത് തേങ്ങ മാങ്ങ എല്ലാ തെളിവ് ഉൾപ്പെടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ബ്രേക്ക് ഫാസ്റ്റിന് മുമ്പ് ഇരുന്നതാ, ഇപ്പൊ ലഞ്ച് ടൈം ആയിട്ട് തീർന്നിട്ടില്ല നിന്റെ പാവങ്ങൾ. അല്ല, ഇന്റർവെൽ ആയിട്ടുള്ളൂ, ഇനിയുണ്ട് ഫാദർ. ആ ടൈമിനകത്ത് തൊപ്പി നിന്റെ വായിനകത്ത് പഴം വരുന്ന തിരികെ വെച്ചിരുന്ന ഏത്തപ്പഴം വല്ലതും ഉണ്ടായിരുന്ന വായിനകത്ത്? അല്ല, അത് പിന്നെ ഇതൊക്കെ നടന്ന ടൈമിൽ, ഇതൊക്കെ ചെയ്ത ടൈമിൽ നിന്റെ വാ പൊങ്ങിയില്ലേ? ഞാൻ അവന്മാരെ ഗ്യാങ് ഹൗസിൽ നിന്ന് പുറത്താക്കി. ഓ, ഏറ്റവും വലിയ ശിക്ഷ, ലോകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. ഒരുത്തൻ, മമ്മു എന്ന് പറയുന്ന ഒരുത്തൻ ഒരു ഇന്റർവ്യൂ ഇരുന്നിട്ട് പറയാണ് പണ്ട് കൊച്ചിലെ ചേച്ചിമാര് കുളിക്കുന്ന കുളിസിയും പോയി കാണും, അവൻ മാത്രമല്ല അവന്റെ കൂട്ടുകാരെ പോയി കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. വൃത്തികെട്ടവൻ ശവം. അങ്ങനെയുള്ളവരും കൊടുത്ത ശിക്ഷ എന്ന് വെച്ചാ ഗ്യാങ് ഹൗസിൽ നിന്ന് ഞാൻ പുറത്തു വിടട്ടെ. ഇങ്ങനെ തെറിവിളിക്കല്ലേ, ഒരു മനുഷ്യനാണ് ഞാൻ. ഇപ്പൊ നീ തെളിവ് കാണിക്കുന്നു, തെളിവ് കാണിക്കുമ്പോ കാണിക്കേണ്ട രീതിയിൽ കാണിക്കേണ്ട പ്ലാറ്റ്ഫോമിൽ കാണിക്കണ്ടേ? എത്ര പേരാണ് വാച്ച് ചെയ്യുന്നത്? ഒരു കയ്യബദ്ധം നാറ്റുകരുത്. അവിടെ കമന്റ് ബോക്സ് മൊത്തം വരുന്നുണ്ട്. ഓ, ഷമീറിന്റെ അണ്ണാക്കിൽ, ഷമീറിന്റെ അതിൽ, ഷമീറിന്റെ മറ്റതിൽ എല്ലാം വരുന്നുണ്ട്. ഉള്ള കാര്യമുണ്ട്. അത് കാണുമ്പോ ട്രോമറ്റൈസിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. മാസ്റ്റുർബേഷൻ ചെയ്യുന്ന ഒരു വീഡിയോയില് അവിടെ മമ്മു എന്ന് പറഞ്ഞ ഒരു സാമാനം കൈവച്ച് തരുന്നു, കാലുവച്ചിക്കളാക്കുന്നു. ഞാൻ തന്നെ ഒരു തിയേറ്ററിൽ പോയൊക്കെ മൂത്രം വയ്ക്കുമ്പോ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തെ ആൾക്കാർ നോക്കിയാൽ എനിക്ക് തന്നെ എന്തോ പോലൊക്കെ തോന്നില്ല. ഇല്ല, തണുപ്പുണ്ടല്ലോ, പെട്ടെന്നൊരു തണുത്ത് വിറച്ച് ഇങ്ങനെ ഒരു തോന്നൽ വരും. അയ്യോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ അങ്ങനെ ഞാൻ അങ്ങനെയുള്ള ഒരുത്തനാണോ? എല്ലാത്തിനും നാട്ടുകാർ എന്താ മണ്ടാക്കാറൻ പറഞ്ഞു. എനിക്കൊരിക്കലും എന്റെ ഫ്രണ്ട്സിന്റെ ഫ്രണ്ടിലായാലും എനിക്ക് മുള്ളുമ്പോ പോലും എനിക്ക് അതൊന്നും കാണിച്ചു കൊടുക്കാൻ പോലും തോന്നൂല. എങ്ങനെ തോന്നി മോനെ ഷമീർ ഇതൊക്കെ കാണിക്കാൻ? അതന്നത്തെ വികാരത്തള്ളിച്ചേല് പറ്റിപ്പോയി സാറേ, പറ്റിപ്പോയി. ഇവർക്ക് എല്ലാരെയും കളിയാക്കാം, ഇവർക്ക് എല്ലാരെയും ഗേ എന്ന് പറയാം. പക്ഷെ ഇവരത് ചെയ്താലോ? അവർ ആൽഫാമയിലാണ്, ടെസ്റ്റോസ്റ്ററോൺ കൂടുതലുള്ളതിന്റെ കുഴപ്പമാണ്. അതാണല്ലോ ഷമീറിന്റെ ഒരു സഹായം, ഒരു കൈ സഹായമായിട്ടാണ് മമ്മു ചെന്നത്. പക്ഷെ അവിടെ തൊപ്പി കാണിച്ചെന്ന് വെച്ചാൽ അത്രയും തേർഡ് ക്ലാസ് തരം താഴ്ന്ന രീതിയിലാണ് ഇത് കാണിച്ചിട്ടുള്ളത്. സപ്പോർട്ട് ചെയ്യുന്നതല്ല. അയ്യോ, അത് കണ്ട ഭയങ്കര ട്രോമയാണ്. എനിക്ക് ഇപ്പോഴും ആലോചിക്കുമ്പോ തന്നെ എന്റെ ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. നീ അവരെ സപ്പോർട്ട് ചെയ്ത് ഇത്രയും നാളെ പിടിച്ച് സേഫ് ആക്കി വെച്ചില്ലേ? ഇന്ന് നിനക്കെതിരെ അവര് തിരിഞ്ഞപ്പോ നിനക്ക് ഇപ്പോഴാണ് അതൊക്കെ പറയാൻ തോന്നിയത്? ക്രിമിനൽ കുറ്റങ്ങളാണ് ഇവൻ മൈരന്മാര് ഇവിടെ ഇരുന്ന് ചുമ്മാ ഒരു സ്ട്രീമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ തീർക്കാൻ വേണ്ടി കാണിക്കുന്നത്. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? നമ്മളെ തെറ്റ് ചെയ്യുന്ന എല്ലാരും തെറ്റ് ചെയ്യുന്നുണ്ട്, ആരും മാന്യന്മാരൊന്നല്ല. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആൺകുട്ടികള് ആരും അവന്മാരുടെ സാമാനം എടുത്ത് എല്ലാവർക്കും എടുത്തിട എന്തോ വല്ല സാധനമാണോ? എല്ലാവർക്കും വന്ന് തൊടാനും പിടിക്കാനും വേണ്ടിയുള്ള വല്ല എന്തെങ്കിലും സാധനമാണോ ഇത്? അതിനൊക്കെ കുറച്ച് വിലയുണ്ടടാ. പിന്നെ ബ്രോ വിചാരിച്ചിട്ട് നമ്മളെല്ലാരും അങ്ങ് റിലേറ്റ് ചെയ്യുമെന്ന്. നട്ടരെ ഓടി വാ, തിട്ടോ വാ. നിർത്തി അവമാനിക്കുവാണെന്ന്. അതിനുശേഷം നീ എന്താ പറഞ്ഞത്? നീ അതെ ഞാൻ വായിലിട്ടതാ, എനിക്ക് തെളിയിക്കാൻ പറ്റോ? തെളിയിക്കാൻ വേണ്ടി നിഹാദ് വന്ന് നിന്നേര്, നീ പോയി തെളിയിക്കും. അവിടെ കണ്ട ശരത്ത് പോലും അണ്ടി കാട്ടിച്ച് നടക്കലാന്ന്. നീ ഒരു അവാർഡ് കൊടു, ലോക വലിയ പറിക്കുള്ള ഒരു അവാർഡ് എടുത്തുകൊടു. എങ്ങനെയാണ് അവിടെ ഇതൊക്കെ ഇട്ട് നടക്കുന്ന ഒന്നുമില്ലാതാ? ഭഗവാനേ, എനിക്ക് നാണമില്ല കുഞ്ഞപ്പ. നാണം എന്ന് പറഞ്ഞ ഉൾപ്പ് പോവാനാവില്ല. എത്ര ഞാൻ ഇന്ന് വരെ ഒരു സാധനം യൂസ് ചെയ്തിട്ടില്ല. എന്നെ പറ്റിട്ടോ പറഞ്ഞത് ഞാൻ കറിയാക്കി. എന്നാ പോയി ഊമ്പ് മൈരൻ. താങ്ക് യു. നാണം കെടുത്തല്ലേ നായിന്റെ മോനെ. തൊപ്പി കൂട്ടുകാരെ കൊണ്ട് തൊപ്പി എന്റെ കൂടെ നിന്നപ്പോ എന്ത് പറഞ്ഞറിയാലോ? തൊപ്പി പണ്ട് ഇങ്ങനെ നിന്നപ്പോ ഒരു പെണ്ണിനെ ഇങ്ങനെ ചെയ്തു, ഒരു പെണ്ണിനെ അങ്ങനെ ചെയ്തു, മമ്മൂനെ ചെയ്തു, മമ്മൂനെ അടുത്ത് പറഞ്ഞു ബ്ലോ ജോബ് കൊടുക്കാൻ. ഇതൊക്കെ നിന്റെ വായനകത്ത് ഇപ്പോഴാണ് വരുന്നത്. വായനകത്ത് നിന്റെ ഏത്തൊക്കെ പുഴുങ്ങി വെച്ചേക്കായിരുന്ന ഇതൊക്കെ പറയേണ്ടവർക്ക് പറഞ്ഞൂടെ? നീയൊക്കെ ഇപ്പൊ വന്നിട്ട് നിന്റെയൊക്കെ ഈഗോ തീർക്കാൻ വേണ്ടി വന്നിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് ഇത്. ഇതൊക്കെ കാണുന്നവന്മാർക്ക് തലയ്ക്ക് വല്ല ഓളം ഉണ്ടാ? ഇതൊക്കെ കണ്ടിരിക്കുമ്പോ നമ്മൾ എത്രമാത്രം ഡിസ്റ്റർബ് ആവണമെന്ന് നിങ്ങൾക്ക് അറിയോ? മേലാൽ ഇങ്ങനൊന്നും ചെയ്യില്ല. 5-6 അബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ.